Hi guys. So last സെഷനിൽ നമ്മൾ ലോഗിൻ മ്യൂട്ടേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു. മ്യൂട്ടേഷൻ ബാക്ക് എൻഡിലേക്ക് പോയിട്ട് നമുക്ക് ഡാറ്റ വരുന്ന നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നമ്മുടെ നെറ്റ്വർക്ക് ടാബിലൊക്കെ നമ്മളത് ചെക്ക് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇനി രണ്ട് പ്രശ്നം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് അപ്ഡേറ്റിൽ ഇപ്പോൾ ലോഗിൻ ആയ ശേഷം നമ്മളിവിടെ ഈ ഹെഡർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു ഇഷ്യൂ ആണ്, അത് നമ്മൾ ഫിക്സ് ചെയ്യണം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ലൈക്ക് ഇൻകറക്റ്റ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇൻകറക്റ്റ് ക്രെഡൻഷ്യൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ എറർ കാണിക്കുകയും ചെയ്യണം. സോ അതും ഒരു ഇഷ്യൂ ആണ്. പിന്നെ എന്ന് വെച്ചാൽ തെറ്റായ പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് എറർ ഒബ്ജക്റ്റ് അയക്കുന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി യുഐയിൽ അതൊരു ഫീഡ്ബാക്കൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സോ ഒന്ന് ഹെഡർ അപ്ഡേറ്റ് ചെയ്യണം, രണ്ട് എറർ മെസ്സേജ് കാണിക്കുകയും വേണം, ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് ഒക്കെ ആണെങ്കിൽ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹെഡർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഹെഡർ കമാൻഡിൽ ലോഗൗട്ട് മ്യൂട്ടേഷൻ എഴുതുമ്പോൾ ഒരു ഹെൽപ്പർ യൂസ് ചെയ്യണം. ഹെൽപ്പറാണ് റീഫെച്ച് ക്വറീസ് എന്നുള്ളത്. സോ നമ്മളിവിടെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലത്ത് റീഫെച്ച് ക്വറീസ്. സോ സെയിം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ക്വറി ഇമ്പോർട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ക്വറി ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഇമ്പോർട്ട് ക്വറി ഫ്രം queries /current user. ഇവിടെ ക്വറി നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇവിടെ പാസ്വേഡ് കഴിഞ്ഞിട്ട് വേരിയബിൾസ് കഴിഞ്ഞു. സോ വേരിയബിൾസ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റിൽ. റീഫെച്ച് ക്വറീസ്, അത് നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ റീഫെച്ച് ക്വറീസ് അറേ ഓഫ് ക്വറീസ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഒറ്റ ക്വറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അറേയിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ഇട്ടിട്ട് അതിൽ കീയും വാല്യൂം ക്വറി ആയതുകൊണ്ട് തന്നെ ES6 ഷോർട്ട് ഹാൻഡ് ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നു ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, റെസ്റ്റോൾ ലൈക്ക് പഴയതുപോലെ തന്നെയാണ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേരിയബിൾസ് ഉണ്ട്. ലോഗിൻ മ്യൂട്ടേഷൻ ആവശ്യമായി ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു, ഇമെയിലും പാസ്വേഡും നമ്മൾ പാസ് ചെയ്യണമെന്നുള്ളത്. സോ അതേപോലെ തന്നെ ഒരു പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്തു, കോൾഡ് റീഫെച്ച് ക്വറീസ്. സോ മ്യൂട്ടേഷൻ കഴിഞ്ഞ ശേഷം കറണ്ട് യൂസർ ക്വറി വീണ്ടും റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്വറി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കറണ്ട് യൂസേഴ്സിന് ഇമ്പോർട്ട് ചെയ്തു. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. സോ ഇവിടുന്ന് നമ്മൾ ഈ ക്വറിയാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ കറൻ്റ്ലി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി എന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ ക്വറീസിൻ്റെ പാത്തൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ അത് ഇല്ലാന്നുണ്ടെങ്കിൽ എറർ അടിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം, നോട്ട് ബ്രൗസറിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് വർക്ക് ആവേണ്ടോ ഇല്ലയോ എന്ന്. ഞാനത് റൺ ചെയ്യാം സേവ് ചെയ്തിട്ട്. സോ ഇവിടെ ലോഗൗട്ട് വർക്ക് ആവുന്നുണ്ട്. നമുക്ക് dlst.com പാസ്വേഡ് ഞാൻ ക്ലിയർ ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ സോ നമുക്കിവിടെ രണ്ട് ക്വറി റൺ ആവുന്നുണ്ട്. ഒന്ന് നമ്മുടെ ലോഗിൻ്റെ മ്യൂട്ടേഷൻ്റെ ക്വറിയാണ് കറൻ്റ് ഇവിടെ റൺ ആവുന്നത്. അതേപോലെ തന്നെയാണ് അടുത്ത റീഫെച്ച് ക്വറീസിൻ്റെ കറണ്ട് യൂസറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ക്വറിയും ഇവിടെ റൺ ആവുന്നുണ്ട്. സോ നെറ്റ്വർക്ക് ടാബിൽ നമ്മൾ പറഞ്ഞു ആദ്യം ലോഗിൻ മ്യൂട്ടേഷൻ, പിന്നെ അതിന് ശേഷം തന്നെ കറണ്ട് യൂസറിൻ്റെ ക്വറി ഉണ്ട്. ഇപ്പോൾ റെസ്പോൺസ് കിട്ടിയപ്പോൾ ഹെഡർ എന്ത് വെച്ചാൽ ഓട്ടോ അപ്ഡേറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹെഡറിൽ ഇപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ലോഗൗട്ട് ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് അപ്പോളോ GraphQLൻ്റെ ഓട്ടോ റീറെൻഡറിങ് ബിഹേവിയർ. ഇനി നമ്മൾ വെച്ചാൽ മ്യൂട്ടേഷൻ സക്സസ്ഫുള്ളി ലോഗിൻ മ്യൂട്ടേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അപ്പോളൊന്ന് റീഫെച്ച് ക്വറീസ് വഴി കറണ്ട് യൂസറിൻ്റെ ക്വറി വീണ്ടും നമ്മൾ എടുത്തു. ആ ക്വറി യൂസ് ചെയ്യുന്ന എല്ലാ കമാൻഡിലേക്ക് പുതിയ ഡാറ്റ ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതിന് ശേഷം എന്ന് വെച്ചാൽ ഹെഡർ കമാൻഡിൻ്റെ ക്വറി വെച്ചിട്ട് ഓട്ടോ റീറെൻഡർ നമ്മൾ ചെയ്തിരുന്നു ഇവിടെ. ആൻഡ് ഹെഡറിൽ നമുക്ക് അങ്ങനെ നമുക്ക് ലോഗൗട്ട് ബട്ടൺ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇത് റിയാക്ട് പ്ലസ് അപ്പോളോയുടെ ഒരു ഡിക്ലറേറ്റീവ് ഡാറ്റ ഫ്ലോ ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഡാറ്റ മാറ്റുമ്പോൾ തന്നെ UIയിൽ തന്നെ അപ്ഡേറ്റ് ആകും. നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ്ലി ഡോ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതാവുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹെഡറൊക്കെ കറൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെച്ചാൽ ഇനി എറർ ഫീഡ്ബാക്ക് ഇതുവരെ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റായ യൂസർ ഡീറ്റെയിൽസ് കൊടുത്ത് അല്ലെങ്കിൽ പാസ്വേഡോ യൂസർ നെയിമോ ഇമെയിലോ തെറ്റായ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയലി എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ എറർ ഒബ്ജക്റ്റാണ് കിട്ടുന്നത്. പക്ഷേ ഓത്ത് ഫോമിൽ അത്
അപ്ഡേറ്റ് ആവുന്നില്ല. അതുകൊണ്ട് അടുത്ത സെഷനിൽ നമ്മൾ മ്യൂട്ടേഷൻ നിന്ന് എറർ ക്യാപ്ചർ ചെയ്ത് ഓത്ത് ഫോമിലേക്ക് പാസ് ചെയ്ത് UIയിൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് പോലുള്ള ഒരു മെസ്സേജസ് ഒക്കെയാണ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ എറർ ഹാൻഡ്ലിംഗ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ താങ്ക്സ് എ ലോട്ട്, ബൈ.